ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള 2 അപകടങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തത് ഹൃദയ കാഠിന്യം ആണ്. ദൈവസ്വരത്തോട്, ദൈവിക ഇടപെടലിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന ഒരു രീതിയാണ് ഒന്നാമത്തെ അപകടമായി ഈശോ പരാമർശിക്കുന്നത്. അതിന്റെ പേരാണ് ഹൃദയ കാഠിന്യം. ചിലപ്പോൾ നമ്മുടെ യാത്രയിൽ നമുക്കും സംഭവിക്കുന്നതാണ്. ഒന്നിനോടൊരു പ്രതികരണമില്ല. നമുക്കറിയാം ചിലതൊക്കെ നമ്മളോട് തന്നെയാണ് ഈ പറയുന്നതെന്ന്, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കാത്ത ഒരു ഹൃദയ കാഠിന്യം നമുക്കുണ്ടാകും. രണ്ടാമത്തെ അപകടം ഉപേക്ഷിച്ചതിലേക്കുള്ള തിരിച്ചുപോക്ക്. ഉപേക്ഷിച്ച പാപത്തെ തേടി നമ്മൾ തിരിച്ചു പോകുന്ന അപകടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. എന്തുകൊണ്ട്? ഈശോയെ അറിഞ്ഞ് രക്ഷ ദർശിച്ചവൻ, രക്ഷയുടെ അനുഭവം ഉണ്ടായവൻ പുറകോട്ട് പോകാൻ പാടില്ല. മറ്റുള്ളവർ അജ്ഞത ജീവിക്കുകയാണെന്ന് വിചാരിച്ച് അവരോട് കരുണ കാണിക്കാൻ നമുക്ക്. They may be leaving their ignorance. അതായത് ഈജിപ്തിൽ നിന്ന് അടിമത്തത്തിൽ നിറങ്ങിയവർ കർത്താവിന്റെ വലിയ കരം പ്രവർത്തിച്ച് ചെങ്കടലിലൂടെ കടന്ന്, ചെങ്കടൽ എന്താ? മാമോദീസ. ചെങ്കടലിലൂടെ കടന്ന് മന്ന സ്വീകരിച്ച് യാത്ര ചെയ്തവർ ഇനി ഈജിപ്തിനെ ഓർക്കാൻ പോകരുത്, പാപകാലത്തെ ഓർക്കരുത്. അതിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധയുണ്ടാകണം. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസിന് പറ്റിപ്പോയ ഒരു ചെറിയ ഇടർച്ച, ഉപേക്ഷിച്ച വള്ളവും വലയും തേടി പിന്നെയും തിരിച്ചു പോയില്ലേ? അങ്ങനെ പോകരുത്. അങ്ങനെ ഉപേക്ഷിച്ച ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെന്നറിയാമോ? ഒന്നാമത്തത്, നമ്മൾ ഈ അറിഞ്ഞതിനെ തള്ളിപ്പറയുന്നു. രണ്ടാമത്തത്, നമ്മുടെ മനസാക്ഷിക്ക് കാഠിന്യമേറും. ഒരിക്കൽ ഉപേക്ഷിച്ച പാപത്തിലേക്ക് വീണ്ടും തിരിച്ചു പോയാൽ ഇനി പാപം ചെയ്യാൻ നമുക്ക് മടിയുണ്ടാകത്തില്ല. അവർ കോൺഷ്യൻസ് ബിക്കംസ് ഹാർഡൻഡ്. ഉപേക്ഷിച്ച പാപം തേടി പിന്നെയും തിരിച്ചു പോയാൽ അറിഞ്ഞ സത്യത്തെയാണ് നമ്മൾ തള്ളിപ്പറയുന്നത്. വി നോയിങ്ലി റിജക്ട് ട്രൂത്ത്. രണ്ടാമത്തത്, നമ്മുടെ മനസാക്ഷി, അവർ കോൺഷ്യൻസ് ഗെറ്റ്സ് ഹാർഡൻഡ്. മനസാക്ഷി കാഠിന്യമുള്ളതാകും. മൂന്നാമത്തത്, അത് നമ്മളെ കാണുന്ന ഒത്തിരി പേർക്കത് സ്കാൻഡലായിട്ട്, ഉതപ്പായിട്ട് മാറും. അത് ഉതപ്പിന് കാരണമാകും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ഇത്രയേ ഉള്ളൂ. 2 അപകടങ്ങൾ നമ്മുടെ ആത്മീയ വഴിയിലുണ്ട്. ഒന്ന്, സത്യത്തിലേക്ക് മുഖം തിരിക്കാതിരിക്കുക, സത്യത്തിലേക്ക് നോക്കാതിരിക്കുക, ഹൃദയകാഠിന്യം. കർത്താവ് പല രീതിയിൽ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിന് ചെവി കൊടുക്കാതിരിക്കുന്ന നിസ്സംഗതയുടെ ഹൃദയകാഠിന്യത്തിന്റെ 1-ാം അപകടം. രണ്ടാമത്തെ അപകടം, അറിഞ്ഞു, സത്യം മനസ്സിലായി, അറിഞ്ഞു, ആ അറിവ് രക്ഷയുടെ ആരംഭം കുറിച്ചു, പക്ഷെ അറിഞ്ഞതിൽ നിന്ന് പുറകോട്ട് പോകുന്നു. മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ കർത്താവ് ഉയർത്തിയവർ വീണ്ടും മീൻ പിടിക്കാൻ പോകുന്നു. അങ്ങനെ പോയാൽ നമ്മൾ സത്യത്തെ നിഷേധിക്കുന്നവരാകും. 2, നമ്മുടെ മനസാക്ഷിക്ക് കാഠിന്യമേറും. നമുക്കിനി കൂടുതൽ പാപം ചെയ്യാൻ മാത്രം നമ്മുടെ മനസാക്ഷി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മൂന്നാമത്തത്, ഇത് ചുറ്റുമുള്ളവർക്ക് ഉതപ്പിന്. ക്രിസ്ത്യാനി ഇങ്ങനെയാണെങ്കിൽ, കുർബാന അർപ്പിച്ചവൻ ഇങ്ങനെയാണെങ്കിൽ, വചനം അറിയുന്നവൻ ഇങ്ങനെയാണെങ്കിൽ, അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്ക് അത് വലിയ ഇടർച്ചയ്ക്ക് കാരണമാകും.